ഇസ്ലാം മത വിശ്വാസികൾക്കിടയിലെ പ്രത്യേക വിഭാഗമാണ് അഹമ്മദിയ ഖാദിയാനികൾ. ആരാധനയ്ക്ക് പുറമെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും കൂടി വേദിയൊരുക്കുകയാണ് ഇവരുടെ ആരാധനാലയങ്ങൾ. അത്തരത്തിലൊന്നാണ് കാക്കനാടുള്ള ബൈത്തുൽ താഹിർ. കാണാം ദൈവമേ കൈതൊഴ. ദൈവത്തിലേക്ക് അടുക്കാൻ മാത്രമല്ല ആരാധനാലയങ്ങൾ, മറിച്ച് സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയുള്ള ഇടമായി ദേവാലയങ്ങൾ പരിവർത്തനപ്പെടേണ്ടതുണ്ട്. ഈ ആശയത്തെ മുൻനിർത്തിയാണ് അഹമ്മദിയ മുസ്ലിം വിഭാഗം പള്ളികൾ നിർമ്മിച്ചത്. ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ തന്നെ ന്യൂനപക്ഷമായ ഇവർ കേരളത്തിലാകെ 60 പള്ളികളാണ് നിർമ്മിച്ചത്. അതിലേറ്റവും പ്രസിദ്ധമായ പള്ളിയാണ് കാക്കനാട് വാഴക്കാല സ്ഥിതി ചെയ്യുന്ന ബൈത്തു താഹിർ എന്ന അഹമ്മദിയ ജുമാ മസ്ജിദ്. 1980-ലാണ് അഹമ്മദിയ ജുമാ മസ്ജിദ് പള്ളി ഇവിടെ നിർമ്മിച്ചത്. ഒറ്റ നിലയിൽ മാത്രം അന്ന് പണി കഴിപ്പിച്ച പള്ളിക്ക് സമീപത്ത് ഒരു വായനശാലയും നിർമ്മിച്ചു. അഹമ്മദിയ മുസ്ലിം വിഭാഗം കേരളത്തിലുടനീളം നിർമ്മിച്ച പള്ളിയിൽ ഏറ്റവും പ്രസിദ്ധമായ പള്ളി കൂടിയാണിത്. പിന്നീട് 2004-ൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ പള്ളി പുനർനിർമ്മിക്കുകയായിരുന്നു. ഏകദേശം 1980-കളിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് വാഴക്കാല യൂണിറ്റിന് ആരംഭം കുറിക്കപ്പെടുന്നത്. 1960-കളിൽ എറണാകുളത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമായ എറണാകുളം ജില്ലയിൽ, തുടർന്ന് ഇവിടെ വാഴക്കാലയിലും 1980-കളിൽ സ്ഥാപിതമാവുകയായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിലെ തന്നെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. 1889-ൽ പഞ്ചാബിൽ ആരംഭിച്ച ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ആരംഭിച്ച ഈ പ്രസ്ഥാനം അതിനുശേഷം ലോകം മുഴുവൻ വ്യാപിക്കപ്പെടുകയും ലോകത്ത് ഇന്ന് 213 രാഷ്ട്രങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് സ്ഥാപനങ്ങളും പള്ളികളും അംഗങ്ങളുമുണ്ട്. ഇവിടെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പള്ളി എന്ന് പറയുന്നത് ഇതൊരു ആരാധനാലയം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണെന്നുള്ളതാണ്. ഇസ്ലാം മതവിശ്വാസികളിൽ നിന്ന് ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞൊരു വിഭാഗമാണ് അഹമ്മദിയ മുസ്ലിം വിഭാഗം. 1899-ൽ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് അഹമ്മദിയ പ്രസ്ഥാനം. ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇവർ വിഭജനശേഷം നിരവധി പേർ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. ഇന്ത്യയിൽ നിലനിന്നവരാണ് മസ്ജിദുകൾ നിർമ്മിച്ചത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പള്ളികൾ എന്ന് പറയുന്നത് ഒരു ആരാധനാലയം എന്നതിലുപരിയായിട്ട് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അതുപോലെ ആഗോള ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. പിന്നെ അതുപോലെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗക്കാരും എല്ലാ മത നേതാക്കളെയും ഒരുപോലെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു വിശ്വാസികളാണ്. അതുപോലെ തന്നെ കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും യേശുവാണെങ്കിലും അവരെല്ലാം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണെന്നും അവരെല്ലാം ബഹുമാനിക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു മതം കൂടിയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. എല്ലാ മനുഷ്യരോടും സ്നേഹം, വെറുപ്പില്ലാതെ മുന്നേറുക. വരും തലമുറകൾക്ക് വേണ്ടി ഈ സന്ദേശമാണ് മസ്ജിദിലൂടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.